ഞങ്ങളെപ്പോലെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ കിട്ടുന്നൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ പനീർ എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ പനീർ കാണുന്നതേ ചതുർത്ഥിയാണ്. എന്നാൽ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ എപ്പോഴും പറയും പനീർ കഴിക്കുക, പനീർ കഴിക്കുക. ആരോട് പറയാം, ആര് കേൾക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് എങ്ങനെയാണ് ഈ പനീർ കഴിപ്പിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ്. നമുക്ക് വേറെ രീതിയിലൊന്ന് പനീറിനെ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഞാൻ ശ്രീഹരി. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കുതിർത്ത് വെച്ച വെള്ളം കളയണ്ട, നമുക്കത് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് ആട്ടിയെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പനീർ ചേർക്കുക. പനീർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നേരത്തെ പനീർ കുതിർത്ത് വെച്ച് അതേ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുക. വേണമെങ്കിൽ ഇത്തിരി നെയ്യൊക്കെ തടകിയിട്ട് ഒരു 5-10 മിനിറ്റ് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം സാധാരണ പോലെ തന്നെ ചെറിയ ഉരുളകളാക്കുക. നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒരുപാട് നേർത്തതാവരുത്, ചെറിയൊരു കനത്തിൽ വേണം കേട്ടോ. അതായത് മിഷ്യൻ ചപ്പാത്തിയൊക്കെ പോലെ ഭയങ്കര നേർത്തിട്ട് ഉള്ളത് ആക്കേണ്ട, കുറച്ചൊരു കനത്തിൽ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്കൊരു തവ വെച്ച് ചൂടാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പനീർ പറാട്ട വേവിച്ചെടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ചേർത്തിട്ട്, നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്വാദാണ്, നല്ലൊരു സ്മെല്ലും സ്വാദും കൂടും. 2 സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ആകുമ്പോൾ പനീറാണ് കഴിക്കുന്നതെന്നുള്ളത് ഇവർ അറിയില്ല. നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഇവരിത് കഴിക്കും. കാരണം ഇത് നല്ല സോഫ്റ്റ് വേണം, ഒരു പ്രത്യേക ടേസ്റ്റ് വേണം. അപ്പോൾ എന്തായാലും അവരത് കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പനീർ പറാട്ട ഇവിടെ റെഡിയാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് മുരിഞ്ഞു പോകാതിരിക്കുക, അതായത് ക്രിസ്പി ആവാതിരിക്കുക, അധികം ക്രിസ്പി ആക്കാതിരിക്കണം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഡിഷിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സൈഡ് ഡിഷ് വേണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റാണ്. എന്നാലും എന്തായാലും പനീർ പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബി ഹെൽത്തി, ബി സേഫ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.